എല്ലാവരും പരാതി പറയും, ഇത് കേട്ടാലും ആത്മജ്ഞാനം ഉണ്ടാകുന്നില്ല എന്ന്. അതുണ്ടാകുന്നില്ല എന്നാണ്. കേട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി, പക്ഷെ ആത്മജ്ഞാനം ഉണ്ടാകുന്നു എന്നാ പറയും. അതിനി എപ്പോഴാണ് ഉണ്ടാകുന്നത്, എന്നാ ഉണ്ടാകുന്നു? അപ്പൊ പറഞ്ഞത് കേട്ടോ? ആര് പറഞ്ഞത്? ശ്രുതി ബോധിപ്പിച്ചു എന്നുവെച്ചാൽ അത് ഗ്രഹിച്ചോ എന്നുള്ളതാണ്. അത് ഗ്രഹിച്ചു. ആ ഗ്രഹണമാണ് ആത്മബോധം എന്ന് പറയുന്നത്. അല്ല ഗ്രഹിച്ചിട്ട് രണ്ടാമതൊന്നും ഉണ്ടാകുന്ന ഒന്നല്ല ഇത് ആത്മബോധം എന്ന് പറയുന്നത്. ശ്രുതി എന്ത് ഗ്രഹിപ്പിക്കുന്നോ അത് ഗ്രഹിക്കുന്നതാണ് ആത്മബോധം. പിന്നെന്താ ആത്മബോധം ഉണ്ടായില്ല എന്ന് തോന്നുന്നത്? അത് ആത്മബോധം എന്ന് പറയുന്നത് എന്തോ പ്രതീക്ഷിക്കുന്നുണ്ട്. ആത്മബോധത്തെ സംബന്ധിച്ചുള്ള ഭാവനകളുണ്ട്, കൽപ്പനകളുണ്ട്. ആ കൽപ്പനകൾക്ക്, ഭാവനകൾക്കനുസരിച്ചുള്ള സംഭവിക്കില്ല. സംഭവിക്കത്തില്ല. എന്തുകൊണ്ട്? ആകാശ കുസുമത്തെ ഭാവന ചെയ്താൽ അത് സംഭവിക്കും. അതൊരിക്കലും സംഭവിക്കത്തില്ലല്ലോ. അപ്പോൾ ശ്രുതി എന്താണോ ബോധിപ്പിക്കുന്നത്, ശ്രോതാവിന് ആ ബോധമേ ഉണ്ടാകത്തുള്ളൂ. അതിനെ പിന്നെ തിരിച്ചറിയാൻ വേണ്ടി ഒരു ശ്രമത്തിന്റെ ആവശ്യമില്ല. അതിനെ പിന്നെ ഒരു തിരിച്ചറിയലിന്റെ ആവശ്യമില്ല. ഇത് നേരിട്ടാ ബോധിപ്പിക്കുന്നു. നീ ഇന്നതാണ് എന്നാ ബോധിപ്പിക്കുന്നു. ശരി, എന്നാ സമ്മതിക്കാം, അങ്ങനെ ഒരു ബോധം ഉണ്ടായി, വേണ്ടി വന്നാൽ സമ്മതിക്കാം. പക്ഷെ അങ്ങനെ ഒരു ബോധം ഉണ്ടായിട്ട് പിന്നെ ബാക്കി ബോധങ്ങളൊക്കെ എന്താ പോകാത്തത്? വേറെ ഒരുപാട് ബോധങ്ങളുണ്ടല്ലോ. പറയുന്ന സർവാനുഭവവും ശ്രുതി പറയുന്നത് എന്താണ്? ആത്മബോധം എന്ന് പറയുന്ന ഒരു ബോധം, പിന്നെ വേറെ പല ബോധം എന്ന് പറയുന്ന പല ബോധങ്ങൾ. അങ്ങനെയല്ല, സർവം എന്നാ പറഞ്ഞിരിക്കുന്നു. അപ്പൊ സർവം എന്താ? സ്വസ്വരൂപം. അവിടെ ഭാഷ്യകാരൻ വ്യക്തമായി പറഞ്ഞു, സർവം എന്ന് പറയുന്നത് പുറത്തേക്കാണ്. അപ്പോൾ പ്രത്യേക ബോധം എന്ന് പറയുന്നത് എന്താ? ആ സർവബോധം അത് പ്രത്യേക ബോധം തന്നെ. അല്ല, രണ്ട് ബോധത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നു. പിന്നെ രണ്ടാമത് ഒരു ബോധം അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ടല്ലേ പറഞ്ഞത് അന്തരമില്ല, ബാഹ്യമില്ല. അപ്പൊ പിന്നെ എങ്ങനെയാ അവിടെ രണ്ട് ബോധത്തെക്കുറിച്ച് പരാതി പറയുന്നു? ഒരു ബോധം വരുമ്പം മറ്റൊരു ബോധം വഴിമാറിക്കൊടുക്കുമെന്നൊക്കെ ഉള്ള കൽപ്പനകളാണ്. പുതിയതൊന്ന് വരും, അപ്പോൾ പഴയതും മാറിപ്പോകും. അതിനൊക്കെ നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒറ്റ ശബ്ദം പ്രയോഗിക്കുന്നത്, സർവം. സർവം എന്ന് പറയുന്ന ആ ശബ്ദം പരമാത്മവാചകമാണ്. മുമ്പ് അത് പറഞ്ഞു, ബ്രഹ്മവാചകമാണ്. അവന് ഒന്ന് മാറിപ്പോകാനും വേറൊന്നും വരാനും ഒന്നുമില്ല. ഒന്നേ ബോധിപ്പിക്കുന്നുള്ളൂ. എന്താണ്? നീ അതാണ്, സർവവും അതാണ്. ഈ ബോധത്തിൽ ന്യൂനമായിട്ടോ കൂടുതലായിട്ടോ ഒന്നും വരാനില്ല. സർവബുദ്ധി ഉള്ളതുകൊണ്ട്, എന്നുവെച്ചാൽ നാനാത്വ ബുദ്ധി ഉള്ളതുകൊണ്ട് ബ്രഹ്മം എന്നുള്ളതിന് പകരം സർവം എന്ന് പറയുന്നൊരു ശബ്ദം ഉപയോഗിച്ചതാണ്. എന്താ അത്? താൻ തന്നെയാണ് എന്ന് ആത്മനിഷ്ഠമായി അതിനെ ബോധിപ്പിക്കുന്നു. സർവാത്മന സർവം അനുഭവതീതി സർവാനുഭവത്തിയത് അനുശാസനം. ആരുടെ? സർവവേദാന്ത ഉപദേശ. ഇത് ഉപനിഷത്തിന്റെ ഉപദേശമാണ്. യേശ സർവവേദാന്താന ഉപസംഹൃതോ അർത്ഥ. സർവശാസ്ത്ര താല്പര്യത്തെ ഇവിടെ സൂക്ഷ്മമായി വ്യക്തമാക്കി
ഉപസംഹരിച്ചിരിക്കുന്നു എന്നർത്ഥം. ഏതമൃതം അഭയം, ഇതാണ് അമൃതം അഭയം എന്നെല്ലാം ആവർത്തിച്ച് പറയുന്നു. ഇവിടെ ഇത്ര പറഞ്ഞുള്ളൂ. ബ്രഹ്മസർവാനുഭൂരിത്യനുശാസനം പരിസമാപ്ത ശാസ്ത്രാർത്ഥ. ശാസ്ത്രാർത്ഥം പരിസമാപ്തമായി. എന്നുവെച്ചാൽ ശാസ്ത്രത്തിൽ താല്പര്യം എന്താണ് എന്നുള്ളതിവിടെ വിശദീകരിച്ചു കഴിഞ്ഞു. ഇതി ഉക്തപരാമർശോ വേദാജ്ഞാച അനുശാസനം. ഇതി അനുശാസനം, ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം സ്മരിച്ചുകൊണ്ട് പറയണം. ഇതി എന്നിങ്ങനെ ഉക്തപരാമർശമാണ് ആ ശബ്ദം. വേദാജ്ഞ ആണ് അനുശാസനം. വേദം ആജ്ഞാപിക്കുന്നു. ആജ്ഞാപിക്കുക എന്ന് വെച്ചാൽ ശക്തമായി ഇവന്റെ ഉള്ളിൽ പതിയത്തക്ക രീതിയിൽ, ശ്രോതാവിന്റെ ഉള്ളിൽ തെളിക്കത്തക്ക രീതിയിൽ അത് പറയുന്നു. കർത്തവ്യമേതദ് വിജ്ഞാനം ഇത് വേദാനുശാസനം. ഈ ഒരു ബോധമാണ് ഉണ്ടാവേണ്ടത്. ഇതാണ് ചെയ്യേണ്ടത്. അല്ല ഇത് ആരെങ്കിലും ഒരു ആചാര്യനോ ഏതെങ്കിലും ഒരു ഗുരുവോ പറയുന്നൊന്നുമല്ല. വേദം തന്നെ പറയുന്നു. ഇത് കർത്തവ്യമാണ്, ശ്രോതാവിന്റെ കർത്തവ്യമാണ്. കർത്തവ്യം എന്ന് പറഞ്ഞാൽ എന്താ? ശ്രുതി പറയുന്നു ഇതാണ് തത്വം, അതിനെ ബോധിക്കുക. വേറെ കർത്തവ്യമൊന്നുമല്ല. ശ്രുതി ഒന്ന് ഉപദേശിക്കുന്നു, അത് കേൾക്കുന്നു, അത് കഴിഞ്ഞ് രണ്ടാമതൊരു കർത്തവ്യം അവിടെ അവശേഷിക്കുന്നില്ല. അസ്യ അതിലംഘനെ ദോഷ. അതാണ്. ഇത് ബോധിച്ചില്ലെങ്കിൽ ദോഷമാണ്. എന്തെങ്കിലും ആത്മീയ സർക്കസുകളുടെ പിറകെ നടന്നു കഴിഞ്ഞാൽ ദോഷമാണ്, ദോഷമുണ്ട്. അതാണ് ഇതിന്റെ അതിലംഘനം എന്ന് പറയുന്നത്. ഇത് പറയുന്നത് ബോധിക്കുക. സംസാര അനർത്ഥ സംഗതി, സംസാര അനർത്ഥ പ്രാപ്തിയാണ് അതിന്റെ ഫലം. ആത്മീയ അനർത്ഥങ്ങളെ പ്രാപിക്കുക എന്നർത്ഥം. സാധാരണ ആൾക്കാരെല്ലാം ധരിക്കുന്നത് ലൗകിക അനർത്ഥം എന്നാണ്. ലൗകിക അനർത്ഥത്തെക്കാൾ വലുതാണ് ആത്മീയ അനർത്ഥം. അത് സംഭവിക്കും. കുർവതശ്ച മഹാൻ ലാഭം. ശരി, പറയുന്നത് കേട്ടുകഴിഞ്ഞാലോ ശ്രുതി പറയുന്നത് ഗ്രഹിച്ചു കഴിഞ്ഞാലോ എന്നർത്ഥം. ശ്രുതിയുടെ ആജ്ഞയെ ഗ്രഹിച്ചു കഴിഞ്ഞാലോ മഹാൻ ലാഭ, വലിയ ലാഭമാണ്. ലോട്ടറി അടിച്ചതുപോലെയാണെന്നർത്ഥം. വലിയ ലാഭം. എന്താ അത്? ആത്മന കൃതകൃത്യത. വേറെ ഇവിടെ ലാഭമൊന്നുമില്ല. ലാഭം എന്ന് പറയുമ്പോൾ എന്തോ ഇങ്ങോട്ട് വന്നു ചേരും എന്നാണ്. ചില പറയുന്നു ടൺ കിൻഡൽ കണക്കിന് ആത്മജ്ഞാനം ഉണ്ടെന്നാ പറയുന്നു. ഒന്നുമില്ല, കൃതകൃത്യത അത്രയേ ഉള്ളൂ. അറിയേണ്ടത് അറിഞ്ഞു കഴിഞ്ഞു. ഇതാണ് കൃതകൃത്യത. അത് അറിയേണ്ട രീതിയിൽ അറിഞ്ഞു കഴിഞ്ഞാൽ ശരി, ഇതാണ് അറിയേണ്ടിയിരുന്നത്, അത് അറിഞ്ഞു കഴിഞ്ഞു. ഇതിനപ്പുറം വേറെ ഒരു ഇതിനെ കുറിച്ചൊന്നും പറയുന്നില്ല ഇവിടെ. എന്താണ് അനർത്ഥ നിവൃത്തി, ആനന്ദപ്രാപ്തി എന്നെല്ലാം പറയുന്നിടത്തൊക്കെ ഇത് തന്നെയാണ്. ഇതിന് പിന്നെ പലതരത്തിലൊക്കെ വർണ്ണിക്കും. ഇത് നേരായ ഭാഷയെ വർണ്ണിച്ചിരിക്കുന്നു. മറ്റ് കൃത്യമായ ഭാഷയിലൊക്കെ ഒരുപാട് വർണ്ണനകൾ. ആകാശത്ത് നിന്ന് പെരുമഴ പെയ്യുന്നത് പോലെ ഒരു ആനന്ദം വരും, അതിനങ്ങോട്ട് കുളിക്കും, എന്നിട്ട് അതങ്ങനെ ഒഴുകി താഴോട്ട് പോകും. സ്വപ്നം പോലും കാണാത്ത കാര്യങ്ങളാണ്. ഓരോരുത്തർ തട്ടിവിടുന്നു, കേൾക്കുന്നതും വായും പൊളിച്ചിരിക്കും. എന്നാ ഇത് വരുന്നതെന്നും പറയും. വെറും വെടി. ഇങ്ങനെ പറയുന്നതിൻ്റെയൊക്കെ താല്പര്യം ഇതാണ്. താല്പര്യം മനസ്സിലാക്കാതെയാണ് പറയുന്നത്. കൃതകൃത്യത, അറിയേണ്ടത് അറിഞ്ഞു കഴിഞ്ഞെന്ന് വരുമ്പോൾ വരുന്ന മനഃശാന്തി. പിന്നെ ഈ ലൗകികത്തിന്റെ പിറകെ ഓടത്തില്ല, ആത്മീയത്തിന്റെ പിറകെ ഓടത്തില്ല. സമദൂരം, പുതിയ സിദ്ധാന്തം. അതാണ് കൃതകൃത്യത എന്ന് പറയുന്നത്.
ആത്മന കൃതകൃത്യം, അതാണ് ഇവിടെ മഹാൻ ലാഭ എന്ന് പറയുന്നത്, മഹത്തായ ലാഭം. അതാണ് ഇവിടെ പറഞ്ഞത്. ശാസ്ത്ര താല്പര്യം എന്താണെന്നുള്ള ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. പരിസമാപ്ത ശാസ്ത്രാർത്ഥ, ശാസ്ത്ര താല്പര്യം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.